സംസ്ഥാനത്ത് കുത്തനെ ഉയർന്ന ഷിഗല്ല ഡെങ്കിപ്പനി രോഗികളുടെ എണ്ണം. ഈ മാസം മാത്രം 91 പേർക്ക് ഷിഗല്ലയും 1000-ലധികം പേർക്ക് ഡെങ്കിപ്പനിയും സ്ഥിരീകരിച്ചു. 17 ദിവസത്തിനിടെ ഷിഗല്ല ബാധിച്ച് 5 പേരാണ് മരിച്ചത്. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടായി എന്ന വിമർശനങ്ങൾക്കിടെ സംസ്ഥാനത്ത് ഡ്രൈ ഡേ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആരോഗ്യ വകുപ്പ്. ശാലിനിയിലേക്ക്. ശാലിനി, ഈ രോഗവ്യാപനം വല്ലാത്ത ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ 17 ദിവസത്തെ കണക്കെടുത്താൽ തന്നെ നമ്മൾ കണ്ണു തള്ളിപ്പോകും. അമ്മാതിരി രോഗവ്യാപനം നടത്തിയിട്ടുണ്ട്. 5 പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. എന്താണ് ഈ ആരോഗ്യവകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശാലിനി? എന്തായാലും പ്രതിരോധ പ്രവർത്തനം അപ്പാടെ പാളിയിട്ടുണ്ട്. ഇനി എന്താണ് ഈ ഡ്രൈ ഡേ പ്രഖ്യാപനം? രാഖി, അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പനിക്കിടക്കയിലാണ് സംസ്ഥാനം എന്നുള്ളത്. അത് ഡെങ്കിപ്പനിയുണ്ട്, ചിക്കൻ ഗുനിയുണ്ട്, H1N1 ഉണ്ട്, ഷിഗല്ല രോഗബാധ ഒരു ഭാഗത്തുണ്ട്. ഒപ്പം തന്നെ ചിക്കൻ ബോക്സ് പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നു. മലേറിയ സംസ്ഥാനത്ത് സ്ഥിരീകരിച്ച സാഹചര്യം അടക്കം നിലനിൽക്കുകയാണ്. എലിപ്പനിയും പല ജില്ലകളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ആശങ്കാജനകമായ ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുകയാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഏകദേശം 17 ദിവസത്തെ കണക്കുകൾ ഇന്നലെ വൈകിട്ടോടെ വന്ന ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പ്രകാരമാണ് ഇപ്പോൾ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചത് 91 പേർക്കാണ് എന്നുള്ള ഔദ്യോഗിക കണക്കുകൾ രേഖാമൂലം ഇപ്പോൾ ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്നത്. അതിൽ ആശങ്ക ഉണ്ടാക്കുന്നത് 5 മരണങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ്. കുഞ്ഞു കുട്ടികളടക്കമുള്ളവരാണ് ഈ മരണത്തിന് കീഴടങ്ങിയത് എന്നുള്ളതാണ് ആശങ്കയുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ തന്നെ ഡെങ്കിപ്പനിയുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. സംസ്ഥാനത്ത് ഏകദേശം 1000-ലധികം പേർക്കാണ് ഈ മാസം മാത്രം 1029 പേർക്കാണ് കഴിഞ്ഞ 17 ദിവസത്തിനിടെ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. അതേസമയം തന്നെ ചികിത്സ തേടി സംസ്ഥാനത്ത് ആളുകളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. പനിക്കിടക്കയിൽ എന്ന് പറയുമ്പോൾ തന്നെ ഈ രോഗവ്യാപനം, പകർച്ചവ്യാധി തടയാൻ ആരോഗ്യവകുപ്പിന് ആകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ആശങ്കയായി നിലനിൽക്കുകയും ചെയ്യുന്നത്. എലിപ്പനി പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. മലേറിയ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത സാഹചര്യം, നിപ്പ രോഗബാധ ജില്ലകളിൽ ആശങ്കാജനകമായി നിലനിൽക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിനിടയിൽ ആരോഗ്യ പ്രവർത്തകർ ഒപ്പം തന്നെ ആരോഗ്യ വകുപ്പ് വലിയ രീതിയിൽ അലംഭാവം നടത്തിയെന്നുള്ള വിമർശനങ്ങൾ ഉയരുകയാണ്. കാരണം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും അത് സംബന്ധിച്ച് ആരോഗ്യ പ്രവർത്തകർ നടത്തേണ്ട ഇടപെടലുകളൊന്നും കാര്യമായി ഉണ്ടായില്ല, വിലയിരുത്തലുകൾ നടത്തിയില്ല എന്നുള്ള വിമർശനം ഉയരുകയാണ്. ഷിഗല്ല ബാധിച്ച് 91 പേർക്കാണ്. ഇതൊരു ചെറിയ കണക്കല്ല, വലിയ കണക്കാണ്. വലിയ തരത്തിൽ നമ്മൾ ജാഗരൂകരാകേണ്ട ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഉടലെടുത്തിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ അപ്പാടെ പാളുന്നു. വേണ്ട നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് ആശങ്ക ഇരട്ടിയാക്കുകയാണ്. അതായത് ആരോഗ്യ വകുപ്പ് തന്നെ വെന്റിലേറ്ററിലാണ്. അതുകൊണ്ട് തന്നെ സ്വയം പ്രതിരോധം തീർക്കൽ, അല്ലാതെ മറ്റു മാർഗങ്ങളില്ല. അതെ.